ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു ഫ്രീ ഫയറിൻ്റെ മറ്റൊരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ഇനി ഞാൻ വിടാൻ പോകുന്ന അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ഞാൻ കൊണ്ടുവരുന്നതാണ്. അതിനുള്ള കാശ് എൻ്റെ കയ്യിൽ അയക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറിനെ ഞങ്ങൾ ചൂസ് ചെയ്തെടുക്കുന്നത്. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ എത്രമാത്രം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം വീഡിയോൻ്റെ താഴെ ഡൺ എന്നൊന്ന് കമൻറ്റും ചെയ്യുക. അതുമാത്രമല്ല, കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറിൻ്റെ പേര് പറയുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ 2 കളി ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇനി എവനും കൂടി ഉള്ളൂ. ഞാൻ ഇൻട്രോ പറയുന്ന നേരത്ത് മറ്റവനെ ശ്രദ്ധിച്ചില്ല. ഇപ്പം എന്തുണ്ടായേ? എന്തൊരു മിന്നൽ പോയിരുന്നു, അതൊരു ഫീല്. എന്താ അറിയില്ല. പുല്ലുപോന് അവർക്ക് ചാട്ടി പിടിക്കാം. അതാ ടെസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ഓനാ ചെയ്ത. നീ നല്ലവനാടാ. എന്നാൽ ഇത്രക്കും നല്ലവനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മിസ്റ്റർ ബുള്ളറ്റിൽ ഉണ്ട തീർക്കണ്ട. മറ്റേ കിണ്ണെടുത്തോനെ കൊല്ലി. തനിക്ക് ഹെൽത്തുമില്ല. ബെസ്റ്റ് നല്ല ആളുടെ അടുത്തല്ലേ ഞാൻ പറഞ്ഞേ. ഓനക്കൊരു പൂ വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെതാണ്. അല്ലല്ല, ഈ കളിയും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റേതാവാം. ഇന്നൊരുത്തൻ്റെ തല പൊളിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ബിലാൽ എന്നാണ്. എന്നെ കൊന്നടാ. ഹെഡ് അടിക്കാൻ നോക്കിയതാ, നടന്നില്ല. എന്ത് ചെയ്യാനാ, ഭാഗ്യമില്ല. ഇത്തവണ ഞാൻ ഹെഡ് അടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് സുധാകരൻ എന്നല്ല. അല്ലെങ്കിലും എൻ്റെ പേര് സുധാകരൻ എന്നല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ലാത്ത കണ്ടാൽ പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഒന്നല്ല, ഒരു നോർമൽ. ഇവിടെ തുള്ളിക്കളിക്കണം, കുഞ്ഞിപ്പുറു തുള്ളിക്കളിക്കണം. എവിടെടാ ഇവനിവിടെ വാൾട്ടിട്ട് ആന്ന് പറയാനേ. എവിടെ എടാ ഓൻ സോണിയിട്ട് ചാവൻ്റെ തലക്കെട്ടി ഞാൻ പൊട്ടിച്ചോടാ. ഓനപ്പളേക്ക് സോണിയിട്ട് ഒക്കെ വാങ്ങണം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനെ വാങ്ങിയതിന് ശേഷം ആ ക്യാരക്ടറിന് ചത്തിയ ഞാൻ അവിടെ അനങ്ങാടുക്കുന്നത് കണ്ടൊക്കെ ഞാൻ ചത്തു. എവിടെയാടവൻ? ഇവിടെ വിളിക്കുന്നതിൻ്റെ ശേഷം ഒളിച്ചും പാത്തും കളിക്കുന്നോടാ. ഒളിച്ചളി ബെസ്റ്റാണ് ഈ ബിലാൽ. അവൻ്റെ അടുത്താണ് ഈ ഒളിച്ചുകളി കളിച്ചത്. അല്ല പിന്നെ എൻ്റെ ചൂസെത്തി.
ഇതെടുക്കുക. പിന്നെ ഒരു എണ്ണം കൂടി എടുക്കുക. ഇതെടുക്കുക. ഇത്ര മതി. ഓൻ്റെ ടീമിൽ ഒരുത്തം പോയിന്നാ തോന്നണം. അറിയില്ല. ഓൻ്റെ ഹെട്ടടിച്ച്. ഓനക്ക് കൊല്ലണം. ഇന്ന് ആരെ ഫസ്റ്റ് നിൽക്കണേ? എൻ്റെ ടീമിൽ ഞാൻ തന്നെ പേടിയില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളിയല്ല കളി. ആര് ജയിക്കും ആര് തോൽക്കും നമുക്ക് കണ്ടു തന്നെ അറിയാമേ. അവൻ്റെ കയ്യിൽ നിന്ന് ഈ കണ്ണത്തോരായിട്ട് പോയില്ലേ? ഇതെന്താ പോകത്തെ? അതിപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ ഓൻ പോയാ എന്നെക്കൊണ്ട് ഓനെങ്ങനെ ആക്കണ്ടേ? അത് ശരി. നമുക്ക് ലാസ്റ്റ് ഫൈനലുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ണെടുക്കാം അല്ലേ? അതൊക്കെ അറിയില്ല കേട്ടോ. എന്നാ മച്ചാനെ ഞാൻ പോകട്ടാ. ബൈ. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ടൈം കളയാൻ പറ്റൂല. അത് ഞാൻ ഒറ്റയ്ക്ക് നല്ല എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ റാങ്ക് അപ്പാക്കണം. ഇനി എത്ര വേണം? കുറച്ചെന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം കണ്ട് വേണം. എന്നാൽ എനിക്കെൻ്റെ ലെവൽ റാങ്ക് അപ്പാക്കാൻ പറ്റും. നന്നായിട്ട് കില്ല് ചെയ്താൽ നന്നായിട്ട് ജയിക്കാം. ഇത്തവണ നമുക്ക് നമ്മുടെ ടീമിനൊപ്പം പോവാം. അങ്ങനെയാണെങ്കിൽ ടീമിൻ്റെ പുറകിൽ കൂടെ പോവുക. എവിടെ നിന്നാണ് എനിമി ആ സൈഡിൽ പോവുക എന്ന് വെച്ചാൽ ടീമിൻ്റെ ഒപ്പം പോവാം. അങ്ങനെയാണെങ്കിൽ ഓനും ഞാനും ചേർന്നിട്ട് വെടിവെക്കണമെങ്കിൽ എനിമി പെട്ടെന്ന് ചാവുമല്ലോ. എനിക്കെപ്പോൾ കിട്ടുന്ന ടീമുകളൊക്കെ മണ്ടന്മാരാ. എല്ലാ ടീമും 3 വശത്ത് കൂടെ പോവുക. എല്ലാ ടീമൊന്നുമല്ല, എൻ്റെ ടീം മൊത്തം 3 വശത്ത് കൂടെ പോവുക. എന്നാൽ ബാക്കിയുള്ളവരാണെങ്കിലോ ഒന്നിച്ചേണ്ടി വരും. എന്നിട്ട് അവന്മാരെ ഒന്നിച്ച് വന്ന് ഞാൻ ഇപ്പം എന്തോലൊക്കെ ഉണ്ടാക്കാനാണ് അവന്മാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട്. അതെങ്ങനെ എനിക്കെപ്പോഴും അങ്ങനത്തെ പൊട്ട ടീമുകളെ കിട്ടുള്ളൂ. ഇത്തവണ ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോവാം. ഇല്ല ഫോളോ മേടിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഫോളോ മേടിക്കണേ? അവന്മാർ എൻ്റെ ടീമിൻ്റെ പള്ളുള്ളത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട്. ഞാൻ ഇപ്പോൾ ലാൻഡ് ചെയ്ത് ഇറങ്ങിയിട്ട് ഈ സ്ഥലം ഞാൻ സ്പോട്ട് ചെയ്യണേ. കുറച്ച് ആൾക്കാരുണ്ട് ഈ തല്ലത്ത് കൂടെ. ഇവിടെ നിന്നുണ്ട് നമുക്ക് കുറച്ച് ലൂട്ടുകൾ പൊറിക്കതിന് ശേഷം ഇവിടെ ചെന്നിട്ട് കത്തം കാണാം. ഇതെന്താണ്? ഒരാളെനിക്ക് ലൈക്കുന്നാണ്, ഒരാൾ എന്തോ ഒരു ഡെഡ് അതിൻ്റെ എന്തോ ഒരു ചിഹ്നം കാണിച്ചു. അവിടെ ഒരു ഗണ്ണ് ആടാ. ഇതൊക്കെ ഇപ്പോൾ വേണ്ട, പിന്നെ തന്നാൽ മതി. ഒരു ഗണ്ണ്. ഒരു ഗണ്ണ് ഇതേ ചെയ്ത് ഒരു കുഴപ്പമില്ല. ഇതല്ലേ ഞാൻ അന്ന് മേടിച്ചിരിക്കുന്നു. ഒരു വെടിക്ക് 3 ഉണ്ട പോവും. എന്നാൽ ഒരൊറ്റ വെടിക്ക് ചാവും ചെയ്യും. ഇതിൻ്റെ സൂമർ ചെറിയ സൂമർ. എന്നാലും കുഴപ്പമില്ല, ഹെഡടിച്ച് വിളിക്കാം. 200 രൂപ ആരോ കളക്ട് ചെയ്ത്. ആരോ അല്ല, എൻ്റെ ടീമിലത്തെ വിധത്തെ ഒരുവൻ. ഇനി ഇവിടുന്ന് കുറച്ച് ലൂട്ടുകളൊക്കെ പെറുക്കട്ടെ. ആദ്യം കുറച്ച് ശ്വാസം വലിക്കട്ടെ. ഓക്കെ, ശ്വാസം വലിക്കാൻ എനിക്ക് എൻ്റെ സ്പീഡ് കൂട്ടി. കയ്യേറ്റവും കൂടി ഇതൊക്കെ എനിക്ക് എന്തോ മോനെ സ്പീഡ് ലാസ്റ്റ്. ഇനി നമുക്ക് മറ്റേ സ്ഥലത്ത് പോവാം. നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച ഒരുത്തൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട്. അതെൻ്റെ ബാക്കിൽ അവൻ എന്നെ ഫോളോ ചെയ്ത് തരിക. ചിലപ്പോൾ ഞാൻ നേരത്തെ ഫോളോ അടിച്ചത് കാരണം തലാവാം.
അറിയില്ല. ഇവന്മാർ രണ്ടാളും നീ ചേർന്ന് വെച്ചിട്ടുണ്ടാക്കണം. ഇവമാണോ എന്നൊക്കറിയില്ല കേട്ടോ, അത്ര മനസ്സില്ല. കണ്ടിയോ കൊല്ലി ഓനെ കൊല്ലടാ. ഞാൻ ചത്തു കൊല്ലടാ. അത് ശരി, നീ ചത്താ. എന്നെ കൊല്ലി പറ്റില്ല വെച്ചാനെ, ഞാൻ പാവാ ബെസ്റ്റ്. പിന്നെ എൻ്റെ ടീം മൊത്തത്തിൽ ചത്താലേ എനിക്ക് പ്ലേ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അവിടെ മച്ചാൻ ഇനിയും കൂടി ഉള്ളു, ഒന്ന് റിവൈവ് ചെയ്യടാ. യവനൊന്നും പോവില്ല. ഏതവനാടെ റിവൈവ് ചെയ്തിട്ടേ ഞാൻ ലൈക്ക് കൊടുക്കുള്ളൂ, അല്ലാതെ ഞാൻ ലൈക്ക് കൊടുക്കൂല. എത്ര നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഈ പണത് റിവൈവിൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. റിവൈവ് ചെയ്യാൻ തന്നെയാണ്. പുറത്തേക്കിന് പോരുത് കേട്ടോ പ്ലീസ്. ആകെയുള്ള പൈസ എന്താ, ചുറ്റും ഗോൾട്ടാളാ. എൻ്റെ കയ്യിൽ ഗോളുണ്ടെങ്കിൽ അത് ഇട്. നീ ഞാൻ മൈക്കോണൊക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരിയോ തമിഴ്ക്കാരിയാണെങ്കിൽ ഞാൻ ഇപ്പം ആകപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ മൈക്കോണാകാത്ത. ഇനി ഞാൻ മൈക്കോണൊക്കെ ആണെങ്കിൽ എൻ്റെ സൗണ്ട് ഓഫ് ആവുകയായി. പിന്നെ ഞാൻ ഈ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഫ്രീ ഫയറിൻ്റെ ഈ സൗണ്ട് ഒന്നും നിങ്ങൾ കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ മൈക്കോണാക്കാത്ത. ഓക്കെ, റിവൈവ് ചെയ്ത് എന്നാൽ ആ പെണ്ണ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പോവാം. ആ പെണ്ണ് പോയിട്ട് ഉണ്ടായിരുന്നെ ഓർമ്മയില്ലല്ലോ. അങ്ങോട്ടാ പോയെ എവിടെയോ ഉണ്ട്. അതാ ആ സ്ഥലത്ത്. നമുക്ക് ആദ്യം ഇവിടുന്ന് കുറച്ച് ലൂട്ടെടുക്കാം. ഈ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ലൂട്ടോളം അടിച്ച് പെറുക്കാം. ഗൈസ്, ഞാൻ നൈസിൽ അവിടെ ലൂട്ട് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും ചത്ത്. ബെസ്റ്റ്. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ഈ പണി ചാവാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നിൻ്റെ ഹെൽത്ത് എന്താ കുറയാത്തേ? നിൻ്റെ ഹെൽത്ത് കുറയുന്നില്ല? അറിയില്ല എന്താ ഹെൽത്ത് കുറയാന് ഉണ്ടാവുക. ഒരുത്തൻ കടൽ വഴി നീന്തി വരുന്നുണ്ട്. എന്നാൽ എന്നൊന്ന് റിവൈവ് ചെയ്യോ? എന്നോട് റിവൈവ് ചെയ്യാൻ വല്ല സ്ഥലമുണ്ടോ? ഒന്ന് റിവൈവ് ചെയ്താൽ കൊള്ളായിരുന്നു. ഉണ്ടോ ഗൈസ്? 1 മണിക്കൂറായി ഞാനവിടെ എന്നിട്ട് എന്നെ ആരും റിവൈവ് ചെയ്തില്ല. അതുകൊണ്ട് ഞാനവിടെ പോകുന്നു. അടുത്ത കളി കളിക്കാം. അത് പോവാണെങ്കിൽ പോട്ടെ. നിങ്ങളൊക്കെ ഞാൻ കാണിച്ചരാടാ അന്ന് ചെയ്ത പ്രതികാരം എനിക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ വീട്ടും. ഇന്ന് ഞാൻ വീട്ടിയിട്ട് എല്ലാത്തിനും അടക്കുള്ളൂ. നമ്മുടെ പുല്ലിൻ ചാക്കടി അയ്യോ പൊട്ടിപ്പോയി. എന്നാൽ സാരമില്ല, ഇവിടെ ഇട്ട് കളിക്കാം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ബാരോ ഗോയ. ഒരു പെണ്ണ് ഇതിൽ കൂടെ ബാരോ ഗോയാന്ന് സംസാരിക്കും. അത് ഞാനുണ്ട് പറഞ്ഞു. എന്ത് ചെയ്യാനാ ബുദ്ധിമാൻ. എൻ്റെ സൗണ്ടൊന്നും രസം കൂട്ടിട്ട് നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കാനുണ്ടാവില്ല. സൗണ്ട് ഉണ്ടെങ്കിലല്ലേ ഒരു രസം. ഇനി നമുക്ക് കൊടുക്കുക ഭീമ സഖി ഫുള്ളായി വായിക്കട്ടെ. അല്ല ഇവിടെ ഇരു കൊലോടി കണക്കിനുണ്ട്. ഇവിടുന്ന് കുറച്ച് മാറാം. ഞാൻ ശ്രദ്ധിച്ചില്ലടാ. ഇതെന്താ തിരിച്ചങ്ങോട്ട് പോകാനല്ല തിരിച്ചങ്ങോട്ട് പോകാനൊന്നുമില്ല. അതാ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ നിന്ന് പെറുക്കാം. ഓക്കേ ഗൈസ്, ഞാനൊന്ന് ചത്ത്. ഞാനില്ല 2 കിലെടുത്ത് ഇവിടെ ഇല്ല എൻ്റെ ഫ്രണ്ടിനെ വരുത്താൻ കൊന്നതാ. അപ്പം ഞാൻ അവിടേക്ക് ചെന്നിട്ട് അവന്മാരെ കൊല്ലാൻ വേണ്ടി വന്നതാ. കത്തം കൂട്ട. അപ്പോൾ
ഈ വീഡിയോയോട് വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിനെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇത്ര മാത്രം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ചെയ്തതിന് ശേഷം വീഡിയോൻ്റെ താഴെ ഡൺ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് വിടുക. അതുമാത്രമല്ല, കമൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് വിടുക. അതിൽ ഏത് ക്യാരക്ടറിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കണത് ആ ക്യാരക്ടറെ ഞാൻ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.